എങ്ങനെയാ കുഞ്ഞിന്റെ ഒരു ആരോഗ്യസ്ഥിതി? വായിൽ കൂടെ ട്യൂബ് ഇട്ടിട്ട് അതിലൂടെയാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കണ്ണ് തുറക്കത്തില്ല, പിന്നെ കമത്തിയെ കിടത്താൻ പറ്റില്ല. നേരെ കിടന്ന് കൈകാലിട്ടടിക്കേണ്ട കുഞ്ഞിനെ കമത്തി കിടത്തി കയ്യും കാലും ഒക്കെ അനങ്ങാതെ കമത്തി കിടത്തിയാണ് കുഞ്ഞിനെ ചേറ്റി വെച്ച് കിടത്തിയിരിക്കുന്നത്. പിന്നെ ഉള്ളില് എന്തൊക്കെ ഹാർട്ടിനൊക്കെ ഹോളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. കുഞ്ഞ് കരയൊക്കെ ചെയ്യുന്നുണ്ടോ? കുഞ്ഞിന്റെ കരച്ചില് അടുത്ത് നിന്ന് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ, ദൂരെ നിന്നാ കേൾക്കാൻ പറ്റില്ല. ഭയങ്കര ഒച്ചയില്ല, ചെറിയ ആദ്യം ഒന്നും കുഞ്ഞ് കരയത്തില്ലെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. ചെറിയ ഒച്ചയിലാണ് കുഞ്ഞ് കരയുന്നത്. ഞാനിത് അറിയുന്നത് പിന്നെ 2-ാം തീയതി വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടാനത്തെ ഡ്യൂട്ടി ഡോക്ടറാണ് എന്നോട് പറയുന്നത് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് WMCയിലെ ഡോക്ടറെ ഇൻഫോം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാഡം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആന്തരിക വൈകല്യങ്ങളും ജനനേന്ദ്രിയ വൈകല്യങ്ങളും എല്ലാം നിലവിൽ ഉണ്ട്. ആ ഡോക്ടർ ഈ റിപ്പോർട്ട് കണ്ടിട്ടായിരിക്കും അത് പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ട് തന്നെ ഞാൻ ഈ ഗർഭിണിയായ തുടർന്ന് ഈ WMCയിലെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഷങ്കേഴ്സ് എന്ന് പറഞ്ഞ ലാബിലും മിഡാസ് എന്ന് പറഞ്ഞ ലാബിലും ഈ ടെസ്റ്റ് നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഈ ലാബുകാരോ ഈ WMCയിൽ ഇരിക്കുന്ന ഡോക്ടറോ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ ഗർഭകാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഒന്നാമത്തെ മാസം മുതൽ 9ാമത്തെ മാസം വരെ ആദ്യം ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി 7ാം മാസത്തിലാണ് ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറയുന്നത്. എന്നിട്ട് ബെഡ് റെസ്റ്റ് തന്നെയാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് ബെഡ് റെസ്റ്റിലായിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ഡോക്ടറെ കണ്ടപ്പോഴേക്കും ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം കുഞ്ഞിനുള്ളതായിട്ട് സുറുമിയോട് പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് നിങ്ങൾ? ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടാനത്തേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പം അവിടെ നിന്ന് പറഞ്ഞു അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന് വൈകല്യങ്ങളുണ്ടാവാം, ഇത് നിങ്ങളടുത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞ് കുഞ്ഞിന് വൈകല്യങ്ങളുണ്ടാവാം. പ്രസവശേഷം ഉടനെ കുഞ്ഞിനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്താ പറഞ്ഞത് അപ്പം? ഒന്നും പറഞ്ഞില്ല. കുഞ്ഞിനെ പറ്റി എന്ത് കുഞ്ഞാണെന്നും ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അവിടുന്ന് കൊണ്ടുപോവുകയല്ലേ. പിന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ദൂരെ നിന്ന് കുഞ്ഞിനെ കാണിച്ചു തരുന്നത്. പക്ഷെ അത്രയും ദിവസം ഞാൻ വിചാരിച്ചിരുന്നത് കുഞ്ഞില്ലെന്നാണ്. കാരണം ഡോക്ടർമാർ നമ്മൾ പറയുന്ന കേട്ടിട്ട് 2 ദിവസത്തിൽ കൂടുതൽ കുഞ്ഞ് ജീവിച്ചിരിക്കത്തുള്ളൂ. പിന്നെ ഞാൻ ആരോടും ആ വിഷമത്തിൽ ഞാൻ ആരോടും ഒന്നും ചോദിച്ചില്ല. എന്തുവാണ് കേൾക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. 4 ദിവസം കഴിഞ്ഞാണ് കുഞ്ഞിനെ ഇതുപോലെ കാണിച്ചു തരുന്നത്. പിന്നെ പതുക്കെയാണ് കുഞ്ഞിനോട് പ്രശ്നങ്ങളൊക്കെ എന്നെ അറിയിക്കുന്നത്. കുഞ്ഞിന്റെ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആരോഗ്യം താഴ്ത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഫീഡിങ് കറക്റ്റ് അല്ല. 2 മണിക്കൂർ ഇടവിട്ട് സിറിഞ്ച് വഴിയാണ് നമ്മൾ ഫീഡിങ് കൊടുത്തോണ്ടിരിക്കുന്നത്. ആ ഫീഡിങ് ഒരു കുഞ്ഞ് വായ തുറക്കാനായിട്ട് ആരോഗ്യസ്ഥിതി ആയിട്ടില്ല. കൊച്ചിന് വായ തുറന്ന് കുഞ്ഞിന് മുലപ്പാൽ കുടിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ കുഞ്ഞിന്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുണ്ടോ ഇവിടെ? കുഞ്ഞിവിടെ ഉണ്ട്. ഈ സ്കാനിങ്ങിന്റെ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങളോട് ഇങ്ങനെ ഒരു കുഞ്ഞിനൊരു ജനിതക വൈകല്യം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നില്ല? ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് അങ്ങനെ നമ്മൾ 3-ാം മാസമോ 5-ാം മാസമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് എന്തെങ്കിലും നിയമപരമായിട്ട് കണ്ടിട്ട് അതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈ ഇങ്ങനെ ഒരു വൈകല്യങ്ങളുള്ള കുട്ടി വന്നിട്ട് നമുക്കതിന് എന്ത് ചെയ്യാനാ? ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളായിട്ട് അതിന്റെ വൈഫ് എന്താ ചെയ്യുക? ഇപ്പൊ ഇത് നിയമപരമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് WMCയിൽ ഉണ്ടായ വീഴ്ച, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായ വീഴ്ചയും ഷങ്കേഴ്സ് ലാബിലും മിഡാസ് ലാബിലും ഇരുന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ട്, എനിക്ക് റിപ്പോർട്ടിൽ സംശയമുണ്ട്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡോക്ടർമാർ തന്നെ ആണോ? ഈ ഡോക്ടർമാര് ഒരു ഡോക്ടർ എഴുതി സൈൻ ചെയ്ത് വിടുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ WMCയിലെ ഡോക്ടർ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഈ ഷങ്കേഴ്സിലെ ലാബിലെയും മിഡാസ് ലാബിലെയും ട്രീറ്റ്മെന്റിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ടിൽ വായിക്കുമ്പോഴത്തേക്ക് ആ വായനയുടെ അടിസ്ഥാനത്തിലാണ് നെക്സ്റ്റ് മരുന്ന് കുട്ടിക്കും തള്ളയ്ക്കും എഴുതുന്നത്. അങ്ങനെ ഒരു എഴുത്ത് ഇൻഫർമേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. നിലവിലെ ഈ പരാതിയുടെ ഭാഗമായിട്ട് ഇതുവരെ എനിക്ക് പരാതിയുടെ ഭാഗമായിട്ട് ആക്ഷനുകളോ നിയമ നടപടികളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുഞ്ഞിന്റെ ഫർദർ ട്രീറ്റ്മെന്റിന് ആസ്റ്റർ മെഡിക്കൽ കോളേജ് എറണാകുളത്തോ അല്ലെങ്കിൽ അമൃതയിലോ പോകാനാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ നിലവിലെ പ്രശ്നങ്ങൾ ഹാർട്ടിന് പ്രശ്നമാണ്, കണ്ണിന് പ്രശ്നമാണ്, കാലിന് പ്രശ്നമാണ്, ജനനേന്ദ്രിയത്തിന് പ്രശ്നമാണ്, കൈക്ക് പ്രശ്നമാണ്, ശ്വാസകോശത്തിന് പ്രശ്നമാണ്, വായ്ക്ക് പ്രശ്നമാണ്, ചെവിക്ക് പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സാഹചര്യം ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടാണ് ട്രീറ്റ്മെന്റിന് പറഞ്ഞിരിക്കുന്നത്. ഈ സാധാരണക്കാരനായ എന്നെ കൊണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളതല്ല.
അതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചാൽ സർക്കാർ ഈ കുഞ്ഞ് ഇങ്ങനെ ആകാനായിട്ടുള്ള അനാസ്ഥയായ ആരാണോ കാരണക്കാർ അവരാണ് ഇതിന് എനിക്ക് പരിഹാരം കണ്ടെത്തി തരേണ്ടത്. ഈ വനിതാ ശിശുഭവൻ ആശുപത്രിയിൽ നിന്നും ഈ സ്കാനിങ് സെന്ററിലെ റിപ്പോർട്ടും വെച്ച് ഞാൻ എവിടം വരെയാണ് പോകേണ്ടത് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ പോകും. മീഡിയയ്ക്ക് മുന്നിൽ വന്നതല്ലാതെ കണ്ട് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്നോ ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഒരു ഉത്തരവാദിത്വം ഇതുവരെ എടുത്തിട്ടില്ല. കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറുമായിട്ട് ഞങ്ങൾ ഇന്ന് സംസാരിച്ചത് ഏതോ ഒരു ചാനലിന്റെ റെക്കോർഡിലൂടെയാണ് സംസാരിച്ചത്. അവർ പറയുന്നത് ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്തു എന്നാണ്. അവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണ്. സ്കാനിങ് സെന്ററും ആ ഡോക്ടർമാരും കാണിച്ച വീഴ്ചയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടായത്. ആ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായ ആരാണോ അവർ തന്നെ ഞങ്ങൾക്ക് ഇതിന് പരിഹാരം കണ്ടെത്തി തരേണ്ടതാണ്. അത് സർക്കാർ മുഖാന്തരമോ അല്ലാതെയോ മുഖാന്തരമോ അത് നമ്മളിൽ ഉള്ള പ്രശ്നമല്ല. ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്, അന്നന്ന് ജോലിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. എന്നെ കൊണ്ട് ഇത്രയും വലിയ ഭീമമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുകയില്ല.